എല്ലാവർക്കും നമസ്കാരം. മാത്സ് ആൻസർ കീ 2025 രണ്ടാമത്തെ ഭാഗമാണ്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 11 സമ്മ കാണാനുള്ള, തുക കാണാനുള്ളതാണ് അല്ലേ. ആദ്യത്തെ എന്താ 1 + 2 + 3 + എക്സെട്ര 20 വരെയുള്ള സംഖ്യകളുടെ തുക കാണാൻ 20 × 21/2 10 × 21 210 എന്ന് കിട്ടും. അതാണ് ക്വസ്റ്റ്യൻ നമ്പർ. ബി എന്താണ് 5, 10, 15, 20, 100. അതിന് 5 ഔട്ട് സൈഡ് എടുത്താൽ 1, 2, 3 എക്സെട്ര 20 വരും. അതായത് 5 × 210 ചെയ്താൽ മതി. 500 155 5 2 10 1050 കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ അതിൽ സി എന്താ 8, 13, 18 എക്സെട്ര 103. 8-നെ നമുക്ക് 5 + 3 എന്ന് എഴുതാം, 13-നെ 10 + 3 എന്ന് എഴുതാം, 18-നെ 15 + 3 എന്ന് എഴുതാം, 103-നെ 100 + 3 എന്ന് എഴുതാം. ഇപ്പം എല്ലാവരും 3 ഉണ്ട്. 3 + 3 + 3 എത്ര 3 ഉണ്ടാവും? 20 3കൾ ഉണ്ടാവും. മനസ്സിലായോ? പ്ലസ് പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 5 + 10 + 15 + എക്സെട്ര 100. ഈ 5 മുതൽ 100 വരെയുള്ള നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ട് 1050. അപ്പോൾ 3 + 3 + 3 എത്ര 3 ഉണ്ടാവും? 20 3കൾ ഉണ്ടാവും. 20 × 3 + 1050 നേരത്തെ എഴുതി. 20 × 3 എത്രയാണ്? 60. 60ഉം 1050ഉം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടി? 0 6 5 11 1110 അല്ലേ. 1110 എന്ന് കിട്ടും. ഇനി അതിലെ സി ഡി എന്താ 4 + 9 + 14 99 വരെ. അതായത് നേരത്തെ നിന്നും 5, 10, 15 തമ്മിൽ എന്താ വ്യത്യാസം? 5 + 4 ആയി, 10 + 9 1 വീതം കുറച്ചാൽ മതി. അതായത് 5 - 1 കൂട്ടണം, 10 - 1 കൂട്ടണം, എക്സെട്ര 100 - 1. അതായത് 5 + 10 + 15 + എക്സെട്ര 100. അതിൽ നിന്ന് എത്ര -1 വരും? -1 -1 എത്ര എണ്ണം വരും? എല്ലാവരും ഓരോ -1 വരും. എത്ര എണ്ണം ഉണ്ടാവും? 20 എണ്ണം ഉണ്ടാവും അല്ലേ. അതായത് ഇതിന്റെ ആൻസർ 1050 ആണ്. നമുക്ക് കിട്ടിയിട്ടുണ്ട് 5, 10, 15 1050 ആണ്. അതിന് എന്ത് ചെയ്താൽ മതി? -20 കുറയ്ക്കുക. അതായത് 1030 എന്ന് ആൻസർ കിട്ടും. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്താ ചതുരാകൃതിയിലെ ഹോൾ, അതിന്റെ നീളം വീതിയേക്കാൾ 5 മീറ്റർ കൂടുതലാണ്. വികരണത്തിന്റെ നീളം വീതിയേക്കാൾ 10 മീറ്റർ കൂടുതലാണ്. വീതി എക്സ് എടുക്കുക. ചതുരാകൃതിയിലാണ് ഇത്. എക്സ് എടുത്താൽ 5 മീറ്റർ കൂടുതൽ. അപ്പൊ x + 5. വികരണം എന്ന് പറഞ്ഞാൽ ഇതാണ് 10 മീറ്റർ കൂടുതൽ. അപ്പോൾ x + 10 എന്ന് എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 7 ആൻസർ നീളം x + 5, വികരണം x + 10 എന്ന് എഴുതാം. ഇനി രണ്ടാമത് സമവാക്യം രൂപീകരിക്കും. ഇവിടെ പൈതഗോറസ് തിയറം യൂസ് ചെയ്യുക. അപ്പൊ എന്താ കിട്ടി? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ അല്ലെ. x² + x + 5 ഹോൾ സ്ക്വയർ സമം x + 10 ഹോൾ സ്ക്വയർ. അതെ x² പ്ലസ് ഇത് വിപുലീകരിക്കുമ്പോൾ എന്താ കിട്ടി? x² + 10x + 5² 25. ഇവിടെയോ x² + 20x + 100. അതായത് x² ഒരു x² ക്യാൻസൽ ചെയ്യാം. x² + 10x + -20x എന്ന് എഴുതുക. 25 അങ്ങോട്ട് കൊണ്ടുപോവാ. 100 - 25. അപ്പൊ ഇവിടെ നമുക്ക് x² - 10x എന്ന് കിട്ടും. അപ്പുറം 75 എന്ന് കിട്ടും. ഇതിനെ ഞാൻ വർഗം പൂർത്തീകരിച്ച് ചെയ്യാണ്. അപ്പൊ 10ന്റെ പോലെ 5 ഇവിടെ ആഡ് ചെയ്യുക. ഇവിടെ 5² ആഡ് ചെയ്യുമ്പോൾ ഇത് x - 5 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇവിടെ 75ഉം 25ഉം 100 എന്ന് കിട്ടും. അപ്പൊ x - 5 എന്ത് കിട്ടി? √100. √100 എത്രയാ? 10. അപ്പൊ x = 10 + 5 = 15. അപ്പൊ x 15 കിട്ടി. അപ്പൊ വീതി 15 ആണെങ്കിൽ നീളം 15 + 5 20. വികരണം 15 + 10 25. അപ്പൊ നമ്മളുടെ ചതുരത്തിന്റെ വശങ്ങള് 15, 20, 25. ഓക്കെ. അതാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 13. A, B എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യ 3, 2, 8, 7. ഇത് A ആണ്, ഇത് B ആണ്. A, B എന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യയാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയുടെ മധ്യബിന്ദു ആണ്. നിങ്ങൾക്കറിയാം x വിലകൾ കൂട്ടുക /2, y വിലകൾ കൂട്ടുക /2. x ഇവിടെ 3 ആണ്, y 2 ആണ്, ഇവിടെ 8 ആണ്, 7 ആണ്. അപ്പൊ 3 8 കൂട്ടുക. 8 3 11. അപ്പൊ 11/2 എന്ന് എഴുതാം. 7 2 9/2 എന്ന് എഴുതാം. ഡെസിമൽ ആയിട്ട് എഴുതണമെങ്കിൽ 11/2 5.5 എന്ന് എഴുതാം. ഇതിനെ 4.5 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട് ഇതിന്. ഇത് 3 2, ഇത് 8 7. പി എന്ന ബിന്ദു ഇതിനെ 2:3 എന്ന റേഷ്യോയില് അല്ലെ ഭാഗിക്കുകയാണ്. 2:3 ആണെങ്കിൽ പിയുടെ സൂചക സംഖ്യ കാണാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് സമം x1 അതായത് 3 പ്ലസ് പി ബൈ ഡബ്ല്യു 2/3 + 5 ഇൻറ്റു x2 മൈനസ് x1 8 മൈനസ് 3 അതായത് 3 പ്ലസ് 2/5 ഇൻറ്റു 5 5 വെട്ടി 3 2 5 എന്ന് കിട്ടും. ഇനി അടുത്ത പോയിന്റ് ഏതാ y സമം y1 പ്ലസ് 2/5 ഇൻറ്റു y2 മൈനസ് y1 7 മൈനസ് 2 2 പ്ലസ് 2/5 ഇൻറ്റു 5 5 വെട്ടി 2 2 കൂട്ടി എത്ര കിട്ടി 4 എന്ന് കിട്ടും അല്ലേ. y സമം y1 പ്ലസ് y1 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ 2. അപ്പോൾ 2 പ്ലസ് 2/5 ഇൻറ്റു y2 7 മൈനസ് 2 7 2 5 5 വെട്ടിയാൽ 2 പ്ലസ് 2 4. അപ്പോൾ ഈ പിയുടെ സൂചക സംഖ്യ 5 4 x5 y4 5 4 എന്ന് കിട്ടും കേട്ടോ. ഇനി 14ാമത്തെ ചോദ്യം എന്താ? 14 ചിത്രം വരയ്ക്കുകയാണ്. 7 സെന്റിമീറ്റർ നീളം 3 സെന്റിമീറ്റർ വീതിയുള്ള ചതുരം വരയ്ക്കുക അല്ലെ. 7 3 ഈ 3 നമ്മൾ ഇങ്ങോട്ട് നീട്ടി വരച്ചു. 7 10 ആയി. അതിന്റെ മധ്യലംബം വരച്ചു. ഇത് കേന്ദ്രമായിട്ട് വൃത്തം വരച്ചു. ഈ ചതുരത്തിന്റെ ഇതിങ്ങനെ മുകളിലേക്ക് മുട്ടിക്കണു. ഇതിനെന്താക്കി മാറ്റണം? ഇവിടെ സമചതുരാക്കണം. അതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ വരച്ച് പ്രാക്ടീസ് ആയ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14 സമചതുരം വരയ്ക്കുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 15ാമത്തെ ചോദ്യം എന്താ? ത്രികോണം ABC യിൽ AB 8 ഇത് വളരെ എളുപ്പമാണ്. പരപ്പളവ് കാണാനാണ്. 8 ഇത് 50 ഡിഗ്രി, ഇത് 10, ഇത് ABC. ഇതിൽ ആദ്യത്തെ ചോദ്യം A യിൽ നിന്ന് BC യിലേക്കുള്ള ലംബ ദൂരം, ഈ ഉയരം കാണണം h. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇത് എതിർവശം, ഇത് കർണം. സൈൻ എടുക്കുക. സൈൻ 50 സമം h/8. സൈൻ 50ന്റെ വില തന്നിട്ടുണ്ട് 0.77 സമം h/8. 8 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ h കിട്ടി 8 56 ബാക്കി 5 8 56 57 61 6.16 ആണ് ഉയരം. ഇനി ഏരിയ കാണണമെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് 10 ഇൻറ്റു ഹൈറ്റ് 6.16. 10 ആയിട്ട് പിടിക്കുമ്പോൾ 61.6 വരും. അതിന് പകുതി എടുക്കുക. 326.82 16 30.8 ഇത് കിട്ടും അല്ലേ. അത് 30.8 ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതുക. അതാണ്. അപ്പോൾ രണ്ട് കാര്യമാണ്. ഉയരം കാണാൻ പറഞ്ഞിട്ടുണ്ട് 6.16, പരപ്പളവ് ഏരിയ കാണാൻ പറഞ്ഞിട്ടുണ്ട് 30.8. ക്വസ്റ്റ്യൻ നമ്പർ 16ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു സമഭുജ ത്രികോണമാണ് തന്നിരിക്കുന്നത്. സമഭുജ ത്രികോണത്തിന്റെ താഴത്തെ മൂലകൾ 1 3 A, B 5 3, ഇത് C അറിയില്ല. ഇനി നമ്മൾ ചോദ്യം എന്താണ്? അതിൽ AB-യുടെ നീളം നോക്കൂ. 1 3 5 3 y രണ്ടും തുല്യമാണ്. അപ്പോൾ എക്സിന്റെ വ്യത്യാസം കണ്ടാൽ മതി. കേവല വില 5 - 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 3 4. അപ്പോൾ ഈ ഡിസ്റ്റൻസ് AB എത്രയാണ്? 4. അപ്പോൾ എയുടെ ആൻസർ 4. AB-യുടെ മധ്യബിന്ദു കാണാൻ എക്സുകൾ കൂട്ടുക. 5 1 6, അതിന്റെ പകുതി എടുക്കുക 3. y വിലകൾ കൂട്ടുക 3 3 6, 6ന്റെ പകുതി 3. അപ്പോൾ മധ്യബിന്ദു എന്ത് വരും? 3 3. ഇനി C എന്താണ്? അതിൽ C ചോദിച്ചിട്ടുള്ള എന്താ? സിയുടെ സൂചക സംഖ്യ അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. ഇത് സമഭുജ ത്രികോണം ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ആംഗിൾ 60 90. അപ്പോൾ ഇത് 30 30 60 90. ഈ ഡിസ്റ്റൻസ് 1 3 3 3 ആണെങ്കിൽ ഇത് 2 വരും അല്ലേ. 1 3 അപ്പോൾ 2 വരും. 60 30 90. 30ന്റെ ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 4. ഇവിടെ എന്ത് വരും? 2√3. അപ്പൊ സിയുടെ സൂചക സംഖ്യ ഈ ഡിസ്റ്റൻസ് 2, ഈ ഉയരം 2√3 ആണെങ്കിൽ സിയുടെ സൂചക സംഖ്യ എന്ത് വരും? 2,2√3. റേഷ്യോ പ്രകാരം വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. 17 രണ്ട് അർദ്ധഗോളങ്ങളുടെ വ്യാസം തമ്മിലുള്ള അംശബന്ധം 3:2 ആണെങ്കിൽ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം തുല്യമാണ്. അപ്പോൾ 3:2 തന്നെ എഴുതാം. അവിടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ക്യൂബ് എടുത്താൽ മതി കേട്ടോ. 3 ക്യൂബ് 27, 2 ക്യൂബ് 8, 27:8. സി ആദ്യത്തെ ഗോളത്തിന്റെ വ്യാപ്തം 108 ആണെങ്കിൽ രണ്ടാമത്തെ വ്യാപ്തം എന്ത്? വോളിയം. അപ്പൊ 27 അല്ലെങ്കിൽ 3 108 ആവാൻ 108നെ 3 ആയിട്ട് ഹരിച്ചു കഴിഞ്ഞാൽ 3 3 9 10 18 6 3 18 36 ആയിട്ട് പിടിച്ചാൽ മതി അല്ലേ. 3 എത്രയായി? 108 ആയി, 36 ആയി. അപ്പോൾ 3നെ 36 ആയിട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 6 × 3 18, ബാക്കി 3 10 108 ആയി. അപ്പോൾ 2നെ 36 ആയിട്ട് ഗുണിക്കുക. 2നെ 36 ആയിട്ട് ഗുണിച്ചാൽ എത്രയാ? 6 2 12 3 2 6 7 72 എന്ന് കിട്ടും.
സോറി, ആദ്യത്തിന്റെ വ്യാപ്തം 27ആണ്. 27:8 സോറി. ഇപ്പൊ 27:8 നമുക്ക് വോളിയം വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം കിട്ടിയത് അല്ലേ. ഇനി നമ്മളോട് പറഞ്ഞുള്ള എന്താ, ആദ്യത്തെ വ്യാപ്തം 27 പകരം 108 ആണെങ്കിൽ ഇത് എത്രയാവുന്നതാണ് ക്വസ്റ്റ്യൻ. മാഷ പറഞ്ഞത് മാറിപ്പോയി. അപ്പോൾ 108നെ 27 കൊണ്ട് ഹരിച്ചാൽ മതി. 108നെ 27 ഹരിച്ചാൽ എത്ര തവണ പോകും? 108 27 4ആണോ? 7 4 28, ബാക്കി 2 4 8 9 10. ഓക്കെ, 108. അതായത് ഇത്രയേ ഉള്ളൂ. വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം 27:8 ആയി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വ്യാപ്തം 108 ആണെങ്കിൽ ഇതിന്റെ വ്യാപ്തം എത്രയാവും? അതാണ് ചോദ്യം. അപ്പൊ 27 108 ആവാൻ 4 ആയിട്ട് ഗുണിക്കണം. അപ്പൊ 8നെ എന്ത് ചെയ്താൽ മതി? 4 ആയിട്ട് ഗുണിച്ചാൽ 8 4 32. അപ്പോൾ ആദ്യത്തെ വ്യാപ്തം 108 ആണെങ്കിൽ രണ്ടാമത്തെ വ്യാപ്തം വോളി എത്രയാണ്? 32 ആണ്. മാഷ ആദ്യം പറഞ്ഞ് തെറ്റിപ്പോയിട്ടോ. 18ാമത്തെ ചോദ്യം. എന്താണ് 18ാമത്തെ ചോദ്യം? ഒരു പെട്ടിയിൽ ചുവപ്പും നീല നിറത്തിലുള്ള മുത്തുകളുണ്ട്. റെഡ് എത്രയാ? ഇത് 16 ചുവന്ന മുത്തുകളാണ്. നീല എത്രയാന്ന് അറിയില്ല. ഇനി ഒരു മുത്ത എടുത്താൽ അത് ചുവപ്പ് ആവാനുള്ള സാധ്യത, പ്രോബിലിറ്റി ഓഫ് ഗെറ്റ് റെഡ് തന്നിട്ടുണ്ട് 2/3. അപ്പം 2/3 എന്നുള്ളത് ഇവിടെ 16 ആവണമെങ്കിൽ ഇവിടെ 8 ആയിട്ട് ഗുണിച്ചാൽ മതി. അപ്പൊ എത്ര കിട്ടി? 16/24. അപ്പൊ ആകെ മുത്തുകൾ 24. ഇതിൽ 16 റെഡ് ആണെങ്കിൽ ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 8. 16 × 24. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താ? ആകെ മുത്തുകളുടെ എണ്ണം 24. രണ്ടാമത്തെ ചോദ്യം എന്താ? നീല മുത്ത് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താ? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലൂ 8/24. വേണമെങ്കിൽ ചെറുതാക്കാം. 1/3. 1 8 8 3 8 24. പെട്ടിയിൽ നിന്ന് 4 ചുവന്ന മുത്തുകൾ എടുത്തു മാറ്റി. ഇപ്പൊ 16 ഉണ്ടായിരുന്നു, 4 എടുത്തു മാറ്റി. ബാക്കി എത്രയാവും? 12 ആവും. അപ്പൊ റെഡ് എത്രയായി? 12. ബ്ലൂ എത്രയായി? 8. 12 8 20 എണ്ണായി അല്ലേ. ചോദ്യം ശ്രദ്ധിക്കണം. പെട്ടിയിൽ നിന്ന് 4 ചുവന്ന മുത്തുകൾ എടുത്തു മാറ്റിയ ചുവപ്പ് കിട്ടാനുള്ള സാധ്യത. 16 ഉണ്ടായിരുന്നു, 4 എടുത്തു മാറ്റിയാൽ 12 ആയി. ബ്ലൂ അതന്നെ 8. അപ്പൊ മൊത്തം 20 ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ റെഡ് കിട്ടാനുള്ള സാധ്യത എന്താ? 12/20. 4 ആയിട്ട് ചെറുതാക്കിയാൽ 3/5 അല്ലെ. 4 × 3 12, 5 4 20. അപ്പൊ 3/5 ചെറുതാക്കി എഴുതാൻ ശ്രമിക്കുക. ഞാൻ അങ്ങനെ എന്തെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 19ാമത്തെ ചോദ്യം കോണളവ് എഴുതാനുള്ളതാണ്. വളരെ എളുപ്പമാണ്. നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഒരുപാട് ചെയ്ത ടൈപ്പ് തന്നെയാണിത്. ഇങ്ങനെയാണ് വര, ഇങ്ങനെ വര തന്നിട്ടുണ്ട്. ഇത് എത്രയാ? 65 അല്ലേ. ഇത് 65 ആണെങ്കിൽ ഇത് രണ്ടും തൊടുവരി ആയതുകൊണ്ട് ഇതും 65 വരും. 65 65 130. 130 50 180. ഇനി ഇത് 50 ആണെങ്കിൽ ഇത് എത്രയാ? 130. ഇത് 130 ആണെങ്കിൽ ഇത് എന്താ? അതിന്റെ പകുതി 65. അപ്പൊ എല്ലാ ചോദ്യത്തിനും ഉത്തരമായി. ആദ്യം ആംഗിൾ PBA. ഏതാണ് പി ഇവിടെ? ഇത് പി, ഇത് എ, ഇത് ബി, ഇത് സി, ഒ. PBA 65 ഡിഗ്രി. അടുത്ത എന്താ? AOB 65 ഇരട്ടി, സോറി 50ന്റെ ഇരട്ടി, സോറി 50 130 180. അടുത്ത എന്താ? കോൺ പി എത്രയാ? 50 ഡിഗ്രി. അടുത്തത് കോൺ ACB എത്രയാ? 65 ഡിഗ്രി. അപ്പൊ ആദ്യത്തത് 65, രണ്ടാമത്തത് 130, മൂന്നാമത്തത് 50, നാലാമത്തത് 65. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 20. P of x x² മൈനസ് 7x പ്ലസ് 12 ആണ്. P of 3 x ആണ് അടുത്ത് 3 എടുക്കാം. 3² മൈനസ് 7 × 3 പ്ലസ് 12. 3² 9, 21 പ്ലസ് 12. 9 12 21. 21 21 ആയ 0 അല്ലേ. അപ്പൊ P of 3 0 എന്ന് വരും. അതിൽ ബി എന്താ? P of x മൈനസ് P of 3 എന്താ? P of x എന്ന് P of 3 കുറയ്ക്കുന്ന പറഞ്ഞാൽ x² മൈനസ് 7x മൈനസ് 7x പ്ലസ് 12 എന്ന് 0 കുറച്ചാൽ തന്നെ കിട്ടും. x² മൈനസ് 7x പ്ലസ് 12. മാറ്റൊന്നുമില്ല. ഇതിനെ ഒന്നാം കൃതി ബഹുപദത്തിന്റെ ഘടകമാക്കി എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഒന്നാം കൃതി ബഹുപദത്തിന്റെ ഘടകമാക്കി എഴുതാൻ വേണ്ടിയിട്ട് x² മൈനസ് 7x പ്ലസ് 12. x² മൈനസ് 7x പ്ലസ് 12നെ ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം. x മൈനസ് 4 × x മൈനസ് 3. കാരണം 4 × 3 12 കിട്ടും. മൈനസ് പ്ലസ് ആണ്. ഇപ്പൊ 12 കിട്ടി. -4 -3 ആഡ് ചെയ്താൽ മൈനസ്. അപ്പൊ ഇങ്ങനെ നേരിട്ട് കുട്ടികൾക്ക് ഉത്തരം എഴുതാം. അല്ലെങ്കിൽ -b + മൈനസ് √b² - 4ac/2 ഉപയോഗിച്ച് ചെയ്താലും ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി അതിൽ സി എന്താണ്? അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ
പരിഹാരം അതാണ് സി. പരിഹാരം എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 4 സമം 0 ആണെങ്കിൽ എക്സ് സമം 4, എക്സ് മൈനസ് 3 സമം 0 ആണെങ്കിൽ എക്സ് സമം 3. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം പി ഓഫ് 3 എത്ര? 0. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3നെ ഒന്നാം കൃതി ഘടകം എഴുതുക. രണ്ട് ഒന്നാം കൃതി ഘടകം ഏതൊക്കെ വരിക? എക്സ് മൈനസ് 4 എക്സ് മൈനസ് 3. ഇനി ഒരു ഘടകം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എക്സ് മൈനസ് 3 എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അത് മാഷ് രണ്ട് ഘടകങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷെ നമ്മുടെ ചോദ്യത്തില് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3ന്റെ ഒരു ഒന്നാം കൃതി ഘടകം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഏത് മാത്രം എഴുതിയാൽ മതി? എക്സ് മൈനസ് 3. കാരണം പി ഓഫ് 3 കൊടുത്തപ്പോൾ 0 കിട്ടിയത് കൊണ്ട് എക്സ് മൈനസ് 3 അതിന്റെ ഒരു ഘടകമായിരിക്കും. അപ്പൊ എക്സ് മൈനസ് 3 എന്ന് മാത്രം എഴുതിയാൽ കുട്ടിക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി അതിൽ സി സമവാക്യത്തിന്റെ പരിഹാരങ്ങൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12നെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മാഷിപ്പ് പറഞ്ഞ പോലെ ഡയറക്റ്റ് മെത്തേഡിലോ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് ഘടകം കിട്ടും. രണ്ട് ഘടകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പരിഹാരം സൊല്യൂഷൻസ് കിട്ടും. എക്സ് സമം 4 എക്സ് സമം 3. അതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21. സമര സ്തൂപികയുടെ കൂടാരം. സമചതുര സ്തൂപികാകൃതിയിലുള്ള ഒരു കൂടാരം. ഓക്കെ. പാദവക്കിന്റെ നീളം 12, പാദവക്ക് 12 ആണ്. ഉയരം 8. ഇനി എന്താ കാണാൻ പറയുന്നത് ഇതില്? പാർശ്വനിധി ചെരിവുയരം L. ഇത് h, ഇത് a/2. അപ്പൊ L സ്ക്വയർ സമം h² പ്ലസ് a/2 ഹോൾ സ്ക്വയർ ആണ്. h സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8a² ആണ്. 12ന്റെ പകുതി 6a² ആണ്. 64, 36, 100 എന്ന് കിട്ടും. അപ്പൊ L സമം 10 cm. ചെരിവുയരം കിട്ടി. ഇനി കൂടാരം നിർമ്മിക്കാൻ ആവശ്യമായ ക്യാൻവാസിന് ചതുരശ്ര മീറ്ററിന് 300 രൂപ നൽകി. അപ്പൊ ഇങ്ങനെ ഒരു ക്യാൻവാസ് ഉപയോഗിച്ച് കൂടാരം ഉണ്ടാക്കാന്നാണ് അതിന്റെ LSA കണ്ടുപിടിച്ചാൽ. LSA കാണാൻ 2AL 2 × A 12L 10 12 24 240 സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ? മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി എക്സ്പെൻസ് ചെലവാണ് ചോദിച്ചിട്ടുള്ളത്. 240നെ 340 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 24 34 ഗുണിക്കുക. 4 4 16 4 8 9 4 3 12 3 2 6 7 6 11 8 816 2 0 81,600 രൂപ അതിന്റെ എക്സ്പെൻസ് വരും കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ 21 വരെയുള്ള ചോദ്യത്തിന്റെ ആൻസർ. 22 മുതലുള്ളത് അടുത്ത വീഡിയോയിൽ ഉടനെ ചെയ്യാം.